മ്യാൻമർ അതിർത്തിയിൽ 2025 ജൂലൈയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ത്? മാസങ്ങൾക്കിപ്പുറം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സൈനിക നീക്കത്തിന്റെ ചുരുളഴിയുകയാണ്. മ്യാൻമറിനുള്ളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള മിന്നലാക്രമണം ആദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 21 പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ ലഫ്റ്റനന്റ് കേണൽ ഖാഡേജ് ആദിത്യ ശ്രീകുമാറിന് ശൗര്യചക്രം പുരസ്കാരം പ്രഖ്യാപിച്ചുള്ള പ്രശസ്തി പത്രത്തിലാണ് ലോകം ഇന്നുവരെ അറിയാതിരുന്ന ഈ ഓപ്പറേഷന്റെ വിവരങ്ങളുള്ളത്. 2025 ജൂലൈ 11-നും 13-നും ഇടയിൽ ഇൻഡോ മ്യാൻമർ അതിർത്തിയിലായിരുന്നു ഈ നിർണായക നീക്കം. കോട്ട പോലെ സുരക്ഷിതമായ കെട്ടിപ്പൊക്കിയ തീവ്രവാദ ക്യാമ്പ് തകർക്കാൻ ലഫ്റ്റനന്റ് കേണൽ ആദിത്യയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 9 സായുധ കേഡറുകളെയാണ് അന്ന് സൈന്യം വധിച്ചത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉൾഫ തങ്ങളുടെ മ്യാൻമറിലെ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടന്നതായി ആരോപിച്ചിരുന്നു. എന്നാൽ അന്ന് ആസാം മുഖ്യമന്ത്രിയോ സൈന്യമോ ഒന്നും തന്നെ ഇതിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടുള്ള ആ ആക്രമണം ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു എന്ന് ഇതോടെ തെളിയുകയാണ്. ചുരുക്കത്തിൽ അതിർത്തിക്കപ്പുറം ഒളിച്ചിരുന്നാലും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായവരെ തേടിച്ചെന്ന് മറുപടി നൽകാൻ ഇന്ത്യ മടിക്കില്ലെന്ന് ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ശൗര്യചക്രയിലൂടെ രാജ്യം ഇപ്പോൾ അറിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.